ബംഗാളി നോവലിസ്റ്റ് ആയിട്ടുള്ള ശരത്ചന്ദ്ര ചട്ടോപാധ്യായ രചിച്ച ഐക്കോണിക് ആയിട്ടുള്ള നോവലായ ദേവദാസിന്റെ ഒരു പുതിയ അഡാപ്റ്റേഷനാണ് അരുൺ മാധേശ്വരൻ ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് സിനിമയായിട്ടുള്ള DC. കഥയുടെ ഒരു സ്ട്രക്ചറിൽ ചില സ്പീഡ് വേരിയേഷനുകൾ വരുത്തിക്കൊണ്ട് ദേവദാസിന് തന്റെ ചെയ്തികളെക്കുറിച്ച് ഒരു കുറ്റബോധം വരുന്ന ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനാണ് അരുൺ തന്റെ സിനിമയിലൂടെ ശ്രമിക്കുന്നത്. ഈ കഥയുടെ പുതിയൊരു സെറ്റിംഗ് കാരണം കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ട്രോമ ഒരു വൈൽഡ് വെസ്റ്റ് സ്റ്റൈലിൽ സിനിമയ്ക്ക് ചിത്രീകരിക്കാൻ പറ്റുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ബിൽഡ് ചെയ്യാൻ സിനിമ എന്ന മീഡിയത്തെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമയാണ് DC. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ ഓർഗാനിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ സിനിമ പ്യുവർ ജോണർ സിനിമകൾ ആസ്വദിക്കുന്നവർക്ക് അങ്ങേയറ്റം സംതൃപ്തി തരുന്ന തരം ഒരു പടമാണ്. നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ദേവദാസ് ഒരു ഗ്യാങ്ങിലെ മെമ്പറാണ്. ആ ഗ്യാങ്ങിനെ നയിക്കുന്നത് പഴയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു ഘട്ടത്തിൽ തന്റെ എല്ലാ സ്വത്തും വിറ്റ് മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനെ പോലീസ് കബളിപ്പിച്ച ഒരു കേസ് ഈ ഗ്യാങ്ങിന്റെ മുമ്പിലേക്ക് വരും. അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ അവർ തീരുമാനിക്കുന്നത് അവരുടെ പുറകെ പോലീസ് വരുന്നതിന് കാരണമാകും. പോലീസിൽ നിന്നും രക്ഷ നേടാനുള്ള ഈ ഒരു യാത്രയിൽ ദേവദാസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ശരത്ചന്ദ്ര ചട്ടോപാധ്യായയുടെ ദേവദാസ് വളരെ പരന്നു കിടക്കുന്ന ഒരു ട്രാജിക് ലവ് സ്റ്റോറിയാണ്. അതിലെ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങൾക്കും പ്രത്യേകം സ്പേസ് ആ നോവൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ DCയിലേക്ക് വരുമ്പോൾ അരുൺ മാധേശ്വരൻ കഥാപാത്രങ്ങളുടെ ഒരു സോള് മാത്രമേ എടുക്കുന്നുള്ളൂ. ദേവദാസിന്റെ ഫ്രെയിംവർക്ക് പോലും പുള്ളി പല സ്ഥലത്തും ഉപയോഗിക്കുന്നില്ല. സ്വന്തമായി ആഡ് ചെയ്തിട്ടുള്ള സംഗതികളും അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെയും ഇവന്റുകളുടെയും ഒക്കെ ദൈർഘ്യവും ഒക്കെ അരുൺ മാറ്റുന്നുണ്ട്. യഥാർത്ഥ ദേവദാസിൽ പാറോ എന്ന പാർവതി സാമാന്യം ലെങ്ത് ഉള്ള ഒരു കഥാപാത്രമാണെങ്കിൽ ഇവിടെ ലെങ്ത് കുറവാണെങ്കിലും 10 മടങ്ങ് ഇമ്പാക്ട് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് പാർവതി മാറുന്നുണ്ട്. അതുപോലെ തന്നെ ദേവദാസിന്റെ ആൽക്കഹോളിസത്തിന് പകരം അയാളുടെ ദേഷ്യത്തെയാണ് അയാൾക്ക് കൺട്രോൾ ഇല്ലാത്തൊരു സംഗതിയായിട്ട് അരുൺ പ്രൊജക്ട് ചെയ്യുന്നത്. ചന്ദ്രമുഖി എന്ന ചന്ദ്രയിലേക്ക് വരുമ്പോൾ ദേവദാസിനോടുള്ള എംപതിയോടൊപ്പം ആ കഥാപാത്രം കൈവരിക്കുന്ന പുതിയ സ്വാതന്ത്ര്യത്തെയും ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് എന്ന് പറയാം. ഈ ഒരു ലോകവും എടുപിടി എന്ന് പറഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുന്ന ഇതിലെ കഥാപാത്രങ്ങളും പിന്നെ ഈ ഒരു പ്രശ്നങ്ങളുടെ എല്ലാം ട്രിഗർ പോയിന്റും എല്ലാം നമ്മൾ കാണുന്നത് 1-ാം പകുതിയിലാണ്. കഥയിലെ ഡ്രാമയും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന മൊമെന്റുകളും കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലുകളും ഒക്കെ ലഭിക്കുന്നത് 2-ാം പകുതിയിലാണ്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ചന്ദ്ര എന്ന കഥാപാത്രത്തെ അരുൺ റീഇമാജിൻ ചെയ്തിട്ടുള്ള രീതിയാണ്. അപ്രതീക്ഷിതമായിട്ട് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ആ കഥാപാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു സൺറൈസിൽ തുടങ്ങി ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് സന്തോഷിച്ച് ഒടുക്കം തൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇല്ലാതാക്കിയ ആളോട് പക വീട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടറിൻ്റെ യാത്ര സ്ക്രിപ്റ്റ് ലെവലിൽ ഗംഭീരമായിരുന്നു. അതിലൂടെ ദാസും ചന്ദ്രയും തമ്മിൽ ഒരു പാരലൽ സൃഷ്ടിക്കുന്നതും ഇൻട്രസ്റ്റിംഗ് ആണ്. അവസാന ഭാഗത്തേക്ക് സാമാന്യം നല്ലൊരു ആവേശം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സ്ട്രക്ചർ കാരണമാണ്. യഥാർത്ഥ ദേവദാസ് സ്റ്റോറി അറിയുന്ന ആരും ഈ ഒരു പുതിയ സെറ്റിങ്ങിൽ ഒരു ട്രാജഡി പ്ലേസ് ചെയ്യാനായിരിക്കും പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രമിക്കുക. എന്നാൽ കഥാപാത്രങ്ങളെ പുതിയൊരു പേഴ്സ്പെക്റ്റീവിലൂടെ നോക്കി കണ്ടുകൊണ്ട് സിസ്റ്റം വേഴ്സസ് റെബൽസ് എന്ന രീതിയിലുള്ള ഇതിൻ്റെ ക്ലൈമാക്സിന് വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ദേവദാസിന്റെ അച്ഛൻ കഥാപാത്രത്തെ ഈ സിനിമ അവതരിപ്പിക്കുന്ന രീതി ഇങ്ങനെ റീഇമാജിൻ ചെയ്തതിന് നല്ലൊരു ഉദാഹരണമാണ്. അവസാന ഭാഗത്തേക്ക് വരുന്ന ഗൺ ഫൈറ്റ് സെറ്റ് പീസ് വളരെയധികം ഗംഭീരമാണ്. അത്ര തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു രംഗമാണ് 1-ാം പകുതിയിലുള്ള കത്തിയും വാളും ഉപയോഗിച്ചിട്ടുള്ള കോറിഡോർ ഫൈറ്റ്. ഈ സിനിമയ്ക്ക് വേണ്ടി അനിരുദ്ധ് ഒരുക്കിയിട്ടുള്ള ട്രാക്കുകളും തീമുകളും എല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. വളരെയധികം യുണീക്കായിട്ട് തോന്നുന്ന ആ ട്രാക്കുകൾ സ്വല്പം ഡയലോഗ് ഹെവി ആയിട്ടുള്ള ഭാഗങ്ങളിൽ പോലും സിനിമയെ പ്രേക്ഷകർക്ക് എൻഗേജിംഗ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. റസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് മുകേഷ് ജിയുടെ സിനിമാറ്റോഗ്രാഫി നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ രാഗ ഓഫ് റിവെഞ്ച് എന്ന ട്രാക്കിനൊപ്പം അൾട്രാ സ്ലോ മോഷൻ വിഷ്വലുകൾ വരുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമാകുന്നുണ്ട്. തൻ്റെ അഭിനയ മികവ് കൊണ്ട് ലോകേഷ് കനകരാജ് എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്നുണ്ട്. വളരെ റഫായിട്ടുള്ള ഇതിലെ ക്യാരക്ടറിന്റെ ഡീഫോൾട്ട് മോഡ് പുള്ളി തന്നെ ഇടയ്ക്കൊക്കെ അഭിനയിച്ചിട്ടുള്ള സംഗതികളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ സിനിമയിൽ 2 സ്ഥലങ്ങളിൽ വേറെ ഒരു മീറ്റർ പിടിച്ചുകൊണ്ട് ലോകേഷ് തനിക്ക് അഭിനയിക്കാൻ സാധിക്കുമെന്നത് നല്ല രീതിയിൽ തെളിയിക്കുന്നുണ്ട്. പാർവതിയുള്ള സീക്വൻസിൽ സങ്കടം അലറി വിളിക്കുന്നതിലൂടെ കാണിക്കുന്നതും ചന്ദ്രയുള്ള ഒരു സീനിൽ വൾണറബിലിറ്റി അടക്കി പിടിക്കാൻ നോക്കുന്നതുമായിരുന്നു ഞാൻ പറഞ്ഞ ആ 2 മൊമെന്റുകൾ. ചന്ദ്ര എന്ന കഥാപാത്രത്തിലൂടെ ഒരു വൈഡ് റേഞ്ച് പെർഫോം ചെയ്യാനുള്ള അവസരം വാമിക ഗബ്ബിക്ക് ഈ സിനിമയിലൂടെ ലഭിക്കുന്നുണ്ട്. ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള കഥാപാത്രം കിട്ടിയത് വാമിക ആസ്വദിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ക്രീൻ ടൈം താരതമ്യേന കുറവാണെങ്കിലും തനിക്ക് ലഭിച്ച പാർവതി എന്ന കഥാപാത്രത്തെ അങ്ങേയറ്റം മെമ്മറബിൾ ആക്കാൻ സഞ്ജന കൃഷ്ണമൂർത്തിക്ക് സാധിക്കുന്നുണ്ട്. അവിനാഷ് രഘുദേവനാണ് കിറ്റി എന്ന ഗ്യാങ് മെമ്പറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. കൃഷ് ദയാൽ വില്ലനായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അധികമായിട്ട് നമ്മൾ തമിഴ് സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാസ്റ്റിംഗ് ചോയ്സുകൾ ഈ സിനിമയിലുണ്ട്. അത് സിനിമയ്ക്ക് ഒരു ഫ്രഷ് ഔട്ട്ലുക്ക് കൊടുക്കുന്നുമുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ധനുഷിന്റെയും സെൽവരാഘവന്റെയും അച്ഛനായിട്ടുള്ള കസ്തൂരി രാജയുടേതാണ്. കച്ചവടം മെച്ചപ്പെടുത്താൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത തരം റോണർ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ DC നിങ്ങൾ തീർച്ചയായും കാണേണ്ട തരം ഒരു സിനിമയാണ്. കഥാപാത്രങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യത്തിന്റെ പല പല സ്റ്റേജുകൾ വിഷ്വൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുകയും തിരക്കഥയുടെ സ്ട്രക്ചർ ഉപയോഗിച്ച് ബിൽഡപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ പടം ഫിലിം മേക്കിങ്ങിന് മാത്രം സാധിക്കുന്ന കഥ പറച്ചിലെ ഏരിയകളെ ഗംഭീരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിരിക്കുന്നവർക്ക് അങ്ങേയറ്റം മെമ്മറബിൾ ആക്കാൻ സംവിധായകനായിട്ടുള്ള അരുൺ മാതേശ്വരൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആൽബം ചെയ്യുന്ന ആവേശത്തിൽ അനിരുദ്ധ് ഒരുക്കിയിട്ടുള്ള ഇതിന്റെ ആൽബം കൂടിയാകുമ്പോൾ മൊത്തത്തിൽ ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സിനിമാറ്റിക് ഹൈ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിനിമയാകാൻ DCക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്